പോലീസിന്. പിന്നെ ഈ ഗുണ്ടശങ്കരൻ ഈ നോർമലായിട്ട് ചെന്നപ്പോ ഗുണ്ടശങ്കരൻ എന്ന് പറഞ്ഞിട്ട് ആർക്കും ഒരു ഭയമില്ല. എന്നിട്ട് അതിന് ഞാൻ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറെ ചെന്ന് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ചെയ്യിച്ചതാണ്. ആരെയാണ് വെട്ടണ്ടേ? ഇവനെയാണോ? അവനെയല്ല വെട്ടണ്ട. പിന്നെ നിന്നെയാണോ വെട്ടണ്ടത്? എന്നെയല്ല. പിന്നെ വെട്ടണ്ട, ആരെയും വെട്ടണ്ട. പിന്നെ തട്ടണോ? അയ്യോ കണ്ടെന്ന്. പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആശാനെ ഒരു കല്യാണം നടത്താനാണ്. കുഴപ്പമാകും. അവളറിഞ്ഞ വിഷയമാകും. എന്റെ പെണ്ണുമ്പിള്ള 2 പിള്ളേരുമുണ്ട്. പറഞ്ഞു കൊടുക്കാം പുള്ളിക്ക്. നിങ്ങളെ കെട്ടിക്കാനല്ലെന്ന്. പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരനെ ഞാൻ കല്യാണ വീട് കണ്ട അവിടത്തെ പെണ്ണായിട്ട് കല്യാണ പെണ്ണായിട്ട് നമ്മുടെ കൂട്ടുകാരൻ ലൈനാണ്. അവളെ തട്ടിക്കൊണ്ടു പോകണം. ഇത്ര ചീള് കേസിനോട് എന്നെ വിളിപ്പിച്ചത്. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ പിള്ളേരെ പറഞ്ഞ് അയക്കത്തുള്ളൂ. പിന്നെ 3ലും 4ലും പഠിക്കണ ആചാന്റെ മക്കൾ വന്നിട്ട് എന്ത് കാണിക്കാനാണ്? എന്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിടത്തേ ഉള്ളായിരുന്നാ പറഞ്ഞത്. ആശാനെ ഞങ്ങളുടെ ഈ ഇവിടുത്തെ അവസ്ഥ ആശാൻ ആദ്യം ഒന്ന് മനസ്സിലാക്കി. എന്താണ്? അതായത് നമ്മുടെ കൂട്ടുകാരനെ സ്നേഹിക്കുന്ന പെണ്ണിന്റെ